ഇനി തൊട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. റോസിപ്പോയിലാണ് ഇതിനകത്ത് പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ഒഴിഞ്ഞൊരു ചാപ്സ്റ്റിക്കിലോട്ട് ഒഴിക്കാം. ഇത് വായിൽ പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത 7 ദിവസത്തിനുള്ളിൽ കമന്റ് ചെയ്യുന്ന 2 പേർക്ക് ഗീവ് അവേ ഉണ്ട് കേട്ടോ. ടിൻഡറോ നോൺ ടിൻഡറോ അവർക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്തവർ നല്ല നല്ല റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. ലിപ്പിന്റെ പിഗ്മെന്റേഷൻ കുറഞ്ഞു എന്നും ഡ്രൈനെസ് മാറി എന്നൊക്കെ. നമുക്ക് കുറച്ച് റിവ്യൂസ് കാണാം. വന്നായിരുന്നു കേട്ടോ ലിപ് ബാം. പ്രോഡക്റ്റ് ഇന്നലെ കിട്ടി കേട്ടോ. നല്ല പ്രോഡക്റ്റ് കേട്ടോ, നല്ല നറിഷിംഗ് ആയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് എൻ്റെ ചെറിയ മോക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അവളുടെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയി, എപ്പോഴും പൊട്ടി ഇരിക്കുക. ഏത് ലിപ് ബാം ഇട്ടാലും ശരിയാവില്ല. പക്ഷെ ഇത് ഇന്നൊരിട്ടുള്ളൂ, സത്യമായിട്ട് ഇന്നൊരിട്ടുള്ളൂ. അവളെ ചുണ്ടിലെ ഡ്രൈനെസ് ഒക്കെ മാറി, ആ പൊട്ടലൊക്കെ നല്ല കുറഞ്ഞു. നല്ല ലിപ് ബാം കേട്ടോ, നല്ല സൂപ്പർ. ഇതുപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ നിലത്തൊന്നും അല്ലായിരുന്നു. പിന്നെ ചിലവർക്കൊക്കെ ഈ ലിപ് ബാമിന്റെ സ്മെല്ല് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് കുറച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ലിപ് ബാമിൽ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അത് ഫിക്സ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ, ഈ ലിപ് ബാം ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടിൻഡഡ് ലിപ് ബാം ആട്ടോ. ഇതിന്റെ ടിൻഡഡും ഉണ്ട് നോൺ ടിൻഡഡും ഉണ്ട്. ടിൻഡഡ് ചെയ്യുന്ന പാട്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോൺ ടിൻഡഡ് ആവും, അത്ര വ്യത്യാസമുള്ളൂ. ഇത് കസ്റ്റമറിന് വേണ്ടിയല്ല കേട്ടോ, ഇത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ കരുതി. കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടി നമ്മൾ ലിപ് ബാം ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് സംസാരിച്ചുകൊണ്ടൊന്നും അങ്ങനെ ലിപ് ബാം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ടെമ്പറേച്ചറൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ തെർമോമീറ്റർ ഇല്ലാണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തെർമോമീറ്റർ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാനാണ് ലിപ് ബാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുന്ന പോലെ റോസിപ്പോയിൽ വെച്ചുള്ള ലിപ് ബാം ആട്ടോ നമ്മൾ ഇത്ര നേരം ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ ഇനി തൊട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇപ്പം ഉണ്ടാക്കാൻ പോകുന്ന ലിപ് ബാമിൽ എൻ്റെ മൈൻഡിലുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ, അതും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ വേണം. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ് സേഫ് ആയിരിക്കണം, പിന്നെ എഡിബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ വയറ്റിൽ പോയാലും അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, തിന്നാൻ പറ്റുന്ന ലിപ് ബാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിഗ്മെന്റേഷൻ കുറയ്ക്കണം. പിന്നെ ഡ്രൈ ചാപ്പിൾഡ്, പിന്നെ അതേപോലെ ഡ്രൈ ആയിട്ട് ലിപ്പിൽ ഇങ്ങനെ മുറിവൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ ഹീലാവുന്ന പ്രോപ്പർട്ടിയൊക്കെ വേണം. പിന്നെ ഒരു ഗ്ലോസി എഫക്റ്റും വേണം. അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ലിപ് ബാം ഉണ്ടാക്കുന്നത്. ഓക്കെ, വീഡിയോയിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 2-3 പ്രാവശ്യം ഡയലോഗുകളൊക്കെ തെറ്റിപ്പോവും. ഓരോന്നൊക്കെ വീണ്ടും വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം, വീണ്ടും എടുക്കണം. അപ്പോഴത്തേക്കും ടെമ്പറേച്ചറൊക്കെ മാറിപ്പോവും. അപ്പോൾ പിന്നെ അത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഇത് നോക്കുന്നേയില്ല. പക്ഷേ ശരിക്കും പ്രൊഡക്ഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ടെമ്പറേച്ചറിലായിരിക്കണം ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഒഴിക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഡീഗ്രേഡ് ചെയ്യുന്ന ടെമ്പറേച്ചറുകളുണ്ട്. ആ ടെമ്പറേച്ചറിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയാൻ തുടങ്ങും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴത്തേം പോലെ ബീസ് വാക്സ് കേട്ടോ, തേൻമെഴുക്, അതായത് തേനീച്ചയുടെ കൂടില്ലേ അതിൽ നിന്ന് എടുക്കുന്ന മെഴുക കേട്ടോ അത്. അപ്പോൾ ഈ കാണുന്ന കേട്ടോ കൊക്കോ ബട്ടർ. ഈ പാത്രം തുറക്കുമ്പോഴത്തേക്കും ഫുൾ ചോക്ലേറ്റിൻ്റെ മണം കേട്ടോ. കൊക്കോ ബട്ടർ ആയതുകൊണ്ട് നല്ല ചോക്ലേറ്റിൻ്റെ സ്മെല്ലുണ്ട്, തിന്നാൻ തോന്നുക. അപ്പോൾ നമ്മൾ കൊക്കോ ബട്ടർ ആഡ് ചെയ്തത് അതിൻ്റെ ബാരിയർ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. നെക്സ്റ്റ് ഷിയ ബട്ടർ കേട്ടോ. അതുപോലെ ഷിയ ബട്ടറിനും അതേപോലെ തന്നെ ഡീപ്പ് ഹൈഡ്രേഷൻ കിട്ടാനും സ്കിൻ റിപ്പയർ ചെയ്യാനും സോഫ്റ്റ് ആക്കാനും വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ ഇതൊക്കെ റിച്ച് ആണ് ഇതിനകത്ത്. അപ്പോൾ വൈറ്റമിൻ ഇ ഒക്കെ റിച്ച് ആയതുകൊണ്ട് ഷിയ ബട്ടറൊക്കെ ലാസ്റ്റാണ് ഇടേണ്ടത്. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയും പിന്നെ നമ്മുടെ പേഴ്സണൽ യൂസിനായതുകൊണ്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ, നല്ലൊരു ഗ്ലോസി എഫക്റ്റ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഈ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ, അതായത് പെട്ടെന്നൊന്നും അങ്ങനെ ആ ഹൈഡ്രേഷൻ പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത് ജോജോബ ഓയിലാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓയിലുണ്ട്, സേബം എന്നാണ് അതിൻ്റെ പേര്. അതിന് മിമിക് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കും, മോയ്സ്ചറൊക്കെ ബാലൻസ് ചെയ്യും, ലൈറ്റ് വെയിറ്റ് ആക്കും. പിന്നെ അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ കൂടി തരും. റോസിപ്പോയിൽ വേമ്പാലം പട്ടയിൽ മുക്കി വെച്ചേക്കും കേട്ടോ 5 ദിവസം. അപ്പോൾ ഈ ഡാർക്ക് റെഡ് കളർ കിട്ടും. ഇത് ഇതിനകത്ത് ബ്ലാക്ക് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ഒഴിക്കുമ്പോൾ റെഡ് ആയിരിക്കും കേട്ടോ. അതായത് ആ ഒരു ടിൻറ്റ് കിട്ടാനും. പിന്നെ റോസിപ്പോയിലാണ് ഇതിനകത്ത് പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓൾറെഡി എൻ്റെ കയ്യിൽ വേറൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊഴിക്കാം. ഇതിനകത്ത് കുറച്ചുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പിന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. മറ്റേത് ഗ്ലാസ്സിലാണ് ഇൻഫ്യൂസ് ചെയ്ത് വെച്ചത്. ഇത് പ്ലാസ്റ്റിക് എനിക്ക് എക്സ്പെരിമെന്റിന് വേണ്ടി കുറച്ച് ഇൻഫ്യൂസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ബേസിക് ആയിട്ടുള്ള ഓയിലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം.
ഫുൾ മെൽറ്റായി. ഇനി നമുക്ക് ഇതിലോട്ട് വൈറ്റമിൻ ഇ ആഡ് ചെയ്യാം. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. വരണ്ട് പൊട്ടിയ ചുണ്ടുകൾക്കൊക്കെ ഇത് ഹീൽ ചെയ്യും. ടിൻറ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ് പിഗ്മെൻ്റ് ആട്ടോ, നാച്ചുറൽ റെഡ് പിഗ്മെൻ്റ് ആണ്. ഇത് നമ്മൾ വയറ്റിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാം. വയറ്റിൽ പോയാലും വലിയ ഗുണമൊന്നുമില്ല, പക്ഷേ ഹാംഫുൾ അല്ല. നമുക്കിത് കഴിച്ചാലും വായിൽ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കഴിച്ചാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് സ്ട്രോബെറിയുടെ ഫ്ലേവർ ഓയിലാട്ടോ. അതായത് നമ്മൾ ഇത് ഫുഡിനൊക്കെ കേക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ സാധനം. ഇത് കോസ്മെറ്റിക് ഗ്രേഡും ആണ്, ഫുഡ് ഗ്രേഡും ആണ്. ഓ, കുറച്ച് കയ്യിലായി. അമ്മേ, നല്ല ചൂട്. ഇനി നമുക്കിത് ഒഴിഞ്ഞൊരു ചാപ്സ്റ്റിക്കിലോട്ട് ഒഴിക്കാം. അപ്പം നമ്മൾ ലിപ് ബാം തണുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് വായിൽ പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫുള്ളി സേഫാണ്, പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ടിൻറ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ കമൻറ്റ് ചെയ്യുന്ന 2 പേർക്ക് ഗീവ് അവേ ഉണ്ട് കേട്ടോ. ടിൻറ്റഡോ നോൺ ടിൻറ്റഡോ അവർക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു ടിൻറ്റ് കിട്ടും കേട്ടോ. അപ്പം ലിപ്സ്റ്റിക്കിനൊക്കെ വേണ്ടി പകരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം നല്ല തിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല റെഡിഷ് ആയിട്ട് കിട്ടും. നല്ല തിക്കായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു റെഡിഷ് ടിൻറ്റ് കിട്ടും.